പൈപ്പ് ആൻഡ് ടാങ്കിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം അതിൽ കിട്ടും. സോ ഈ കവർ പേജിൽ കാണുന്നത് പോലെ തന്നെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ജോയിൻ ആവാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കവർ പേജിൽ കാണുന്ന പോലെ തന്നെ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ചോദ്യങ്ങൾ എക്സാമുകൾക്ക് ചോദിച്ചൊരു 4 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്വയം ചെയ്തു നോക്കുക. ഉത്തരങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞോളുക. ഉത്തരം കിട്ടാത്തത് എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ എക്സ്പ്ലനേഷൻസ് കേൾക്കുക കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം, ചെയ്തു പോകാം. ടു ഫിൽ എ ടാങ്ക് 10 buckets ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ്. ഒരു ടാങ്ക് നിറയ്ക്കാൻ 10 ബക്കറ്റ് വെള്ളം വേണം. How many buckets of water will be required to fill the same tank if the capacity of the bucket is reduced to half of its present? അതായത് ഒരു ടാങ്ക് നിറയ്ക്കാൻ 10 ബക്കറ്റ് വെള്ളം വേണം. ആ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി പകുതിയായിട്ട് കുറച്ചാൽ എത്ര ബക്കറ്റ് വെള്ളം വേണം? 20 ബക്കറ്റ് വെള്ളം വേണം. ഒരു ടാങ്ക് നിറയ്ക്കാൻ നോർമലി 10 ബക്കറ്റ് വെള്ളം വേണം. ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറച്ചെന്നാണ് പറഞ്ഞത്, പകുതിയായിട്ട്. അപ്പോൾ 20 ബക്കറ്റ് വെള്ളം വേണ്ടേ? അതിൻ്റെ പകുതി സൈസുള്ള ബക്കറ്റ് ആണെങ്കിൽ 20 ബക്കറ്റ് വെള്ളം വേണ്ടേ? സോ സിമ്പിളായിട്ട് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഉത്തരം എഴുതാം. ഓപ്ഷൻ ഡി. ഒരു പ്രത്യേക ബക്കറ്റ് വെച്ച് 10 ബക്കറ്റ് വെള്ളം വേണ്ട ടാങ്കി നിറയ്ക്കാൻ. അതിൻ്റെ പകുതി കപ്പാസിറ്റി ഉള്ള ബക്കറ്റ് വെച്ച് എത്ര തവണ നിറയ്ക്കണം എന്ന് ചോദിച്ചാൽ 20 ബക്കറ്റ് വേണം വെള്ളം ടാങ്കി നിറയ്ക്കാൻ. സിമ്പിൾ അല്ലേ? ആണ്. അടുത്ത ചോദ്യം മക്കളെ. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ 1 ടാപ്പ് ഇൻ 2 hours ആൻഡ് ബൈ അനദർ ഇൻ 3 hours. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ബോത്ത് ദ ടാപ്സ് ഓപ്പൺ ടുഗദർ? അതായത് ഒരു ടാപ്പ് ഉപയോഗിച്ച് മക്കളെ ടാങ്ക് നിറയാൻ 2 മണിക്കൂർ വേണം. രണ്ടാമത്തെ ഒരു ടാപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ 3 മണിക്കൂർ വേണം. എങ്കിൽ രണ്ടും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇതൊന്ന് കാണാതെ പഠിച്ചോളുക. ഒന്നാമത്തെ ടാപ്പ് ഉപയോഗിച്ച് എക്സ് മണിക്കൂർ കൊണ്ടും രണ്ടാമത്തെ ടാപ്പ് ഉപയോഗിച്ച് വൈ മണിക്കൂർ കൊണ്ടും ടാങ്ക് നിറയുമെങ്കിൽ രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്നൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിക്കാറുണ്ട് അതേ ലോജിക്ക്. ഒരാൾ എക്സ് ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, രണ്ടാമൻ വൈ ദിവസം കൊണ്ട് അതേ ജോലി തീർക്കും. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ അല്ലേ നമ്മൾ ചെയ്യാറ്. അതേ ലോജിക്കാണ്. അപ്പോൾ ഇവിടെ ഉത്തരം കാണാൻ എക്സ് ഇൻറ്റു വൈ 2 into 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 5. 6/5 hours എന്ന ആൻസർ കിട്ടും. 6/5 hours. എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. അപ്പോൾ അത് ഇക്വേഷനായിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ പൈപ്പ് എ ഇൻ 6 hours. എയ്ക്ക് 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. പൈപ്പ് ബിക്ക് 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ഫില്ലിംഗ് പൈപ്പാണ്, ബി എന്ന് പറയുന്ന ടാങ്ക് നിറയ്ക്കുന്ന ഒരു ഫില്ലിംഗ് പൈപ്പാണ്. വെൻ ദ ടാങ്ക് ഈസ് ഫുൾ എ ഡ്രെയിനേജ് ഹോൾ ഈസ് ഓപ്പൺ ദ വാട്ടർ ഈസ് ഡ്രെയിൻഡ് ഇൻ 4 hours. അപ്പം മൂന്നാമത് ഒരു ഡ്രെയിനേജ് ഹോളുണ്ട്, ഞാൻ അതിന് സി എന്ന് പേര് കൊടുക്കുവാണ്. അത് 4 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിലെ വെള്ളം മുഴുവൻ എം ടി ആക്കും. അപ്പോൾ അതൊരു എം ടിയും പൈപ്പാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 3 പൈപ്പായി ടാങ്കിലുള്ളത്, 2 ടാങ്കിൽ നിറയ്ക്കാൻ, ഒരെണ്ണം ഒരു ഡ്രെയിനേജ് ഹോളാണ്. അപ്പം അതൊരു പൈപ്പായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ സി എന്ന് പേര് കൊടുത്തു. അത് 4 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ ടാങ്കിലെ വെള്ളം മുഴുവൻ എം ടി ആക്കി കളയും. ഓക്കെ. ഇഫ് ഇനിഷ്യലി ദ ടാങ്ക് വാസ് എം ടി, തുടക്കത്തിൽ ടാങ്ക് എം ടി ആയിരുന്നു. ആൻഡ് സമ്മൺ സ്റ്റാർട്ടഡ് ദ 2 pumps ടുഗദർ, 2 പമ്പ് ഒരുമിച്ച് എയും ബിയും ഒരുമിച്ച് ഓൺ ആക്കിയിട്ടു. ഡ്രെയിനേജ് ഹോളും ഓൺ ആക്കിയിട്ടു. അതായത് 3 പൈപ്പും അറ്റ് എ ടൈം ഓണാണ്. വെള്ളം നിറയ്ക്കുന്ന 2 പൈപ്പും വെള്ളം പുറത്തേക്ക് കളയുന്ന സി എന്ന പൈപ്പും ഒരുമിച്ച് ഓപ്പൺ ആക്കിയിട്ടാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം. അർത്ഥം വ്യക്തമല്ലേ? 2 ഫില്ലിംഗ് പൈപ്പ് ഒരു എം ടിയും പൈപ്പും ടാങ്കിലുണ്ട്. സോ എല്ലാം അറ്റ് എ ടൈം ഒരുമിച്ച് തുറന്നിട്ടു. ടാങ്ക് ഇനിഷ്യലി എം ടി ആണ്. എല്ലാം അറ്റ് എ ടൈം ഒരുമിച്ച് തുറന്നിട്ടാൽ ടാങ്ക് നിറയാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. മക്കളെ ടോട്ടൽ കപ്പാസിറ്റി കാണാമല്ലോ. ടോട്ടൽ കപ്പാസിറ്റി ഇതിൻ്റെ LCM 12 ആണ്.
അപ്പോൾ ടാങ്ക് 12 ലിറ്ററിൻ്റെ ടാങ്കാണ്. ഇത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്കാണ്. ഇനി എഫിഷ്യൻസി കാണാൻ 12/6 2 കിട്ടും, 12/3 4 കിട്ടും, 12/4 3 കിട്ടും. ഇനി ഈ എഫിഷ്യൻസിക്ക് ഒരു മൈനസ് സൈൻ കൊടുക്കണം. കാരണം അത് ഡ്രെയിനേജ് വെള്ളം പുറത്തേക്ക് കളയുന്ന പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി മൈനസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ അത് പറയാം. മക്കളെ, ഇവിടെ എ എന്ന പൈപ്പിൻ്റെ എഫിഷ്യൻസി 2. അതിൻ്റെ അർത്ഥം 1 മണിക്കൂറിൽ 2 ലിറ്റർ നിറയ്ക്കും. ബി എന്ന പൈപ്പിൻ്റെ എഫിഷ്യൻസി 4. അതിൻ്റെ അർത്ഥം 1 മണിക്കൂറിൽ 4 ലിറ്റർ നിറയ്ക്കും. സി എന്ന പൈപ്പിൻ്റെ എഫിഷ്യൻസി -3. അതിൻ്റെ അർത്ഥം 1 മണിക്കൂറിൽ 3 ലിറ്റർ വെള്ളം പുറത്തേക്ക് കളയും. പുറത്തേക്ക് കളയും എന്ന് സൂചിപ്പിക്കാനാണ് അതിന് മൈനസ് സൈൻ കൊടുത്തത് എന്നൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. പുറത്തേക്ക് കളയും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പം എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി പറഞ്ഞു മക്കളെ. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്രയാ? എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 2 + 4 - 3 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. 6 - 3. അപ്പം 3ൻ്റെയും കൂടെ എഫിഷ്യൻസി 3 ആണെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 3 ലിറ്റർ വീതം നിറഞ്ഞുകൊണ്ടിരിക്കും. 3ഉം ഓപ്പൺ ആക്കിയിട്ടാൽ. അപ്പം 12 ലിറ്ററിൻ്റെ ടാങ്ക് നിറയാൻ വേണ്ട സമയം 12/3 എന്ന് വരും മക്കളെ. ആൻസർ 4 മണിക്കൂർ എന്ന് കിട്ടും. അതായത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്, ലോജിക്ക്. അപ്പം വെള്ളം പുറത്തേക്ക് കളയുന്നതിൻ്റെ എഫിഷ്യൻസിക്ക് മൈനസ് സൈൻ കൊടുക്കുക. അതിൻ്റെ ഉദ്ദേശം അത് പുറത്തേക്ക് കളയുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം മൈനസ് സൈൻ കൊടുക്കുക. ശരി, അടുത്ത ചോദ്യം. ഒരു ടാങ്കിൽ വെള്ളം വരുന്ന 2 പൈപ്പുകളുണ്ട്. അവയിൽ ഒരു പൈപ്പ് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, മറ്റേത് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. രണ്ടും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേത് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. മക്കളെ, രണ്ടാമത്തേത് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. എങ്കിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം x/y / x+y എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ വീഡിയോയിൽ തന്നെ തുടക്കത്തിൽ. ഓക്കെ, അപ്പോൾ 5 × 3 15/8 ആണോ? ആൻസർ 15/8 മണിക്കൂർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഉത്തരം. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ്. തീർന്നു. ഇന്നത്തെ 4 ചോദ്യങ്ങളായിരുന്നു. ഇന്നത്തെ 4 ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വീഡിയോയും കൂടെ എന്തായാലും ഈ ചാപ്റ്ററിൻ്റെ വരും. ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യങ്ങളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഉയർന്ന റാങ്ക് വേണം, നല്ലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒന്നും തള്ളിക്കളയാനും ഉപേക്ഷിക്കാനും ഇല്ല. എല്ലാം പഠിച്ച് നമ്മൾ പോകും. പിന്നോട്ട് നിൽക്കില്ല, മുന്നോട്ട് തന്നെ പോകും. അല്ലേ മക്കളെ? ശരി, അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു.